ഇന്ന് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ മനസ്സിലായി ഇന്ന് ഫുള്ള് കൺഫ്യൂഷനായിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്ത് ചെയ്യണ്ടേന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. എവിടെ പോകണ്ടേ എന്നാണെങ്കിൽ ഫുള്ള് ഫ്രീയും. വീട്ടിലാണെങ്കിൽ വെറുതെ കുറേ സമയം ചിന്തിച്ചിരുന്നു. ലാസ്റ്റ് താടിയും മുടിയും വളർന്ന് ശ്രദ്ധിച്ചിട്ടാകുമ്പോൾ ആദ്യം അത് പോയിട്ട് കട്ട് ചെയ്യുക. അതിനിടയ്ക്ക് എന്തെങ്കിലും കിട്ടുന്നിട്ട് നേരെ വിട്ട് ഞാൻ. അപ്പോൾ അതാ കസാരയിലൊരു ലെറ്റർ നമുക്ക് വന്നതാണ്. അതാണ് വെച്ചിട്ട് സ്കൂട്ടി എടുത്ത് പെട്രോളില്ല ശുഭദിനം. എന്നാൽ പിന്നെ പെട്രോൾ അടിച്ചിട്ട് വരാമെന്നിട്ട് നേരെ കുന്നും കൈക്കോട്ട് പെട്രോൾ അടിച്ച് സെറ്റാക്കാം. പെട്രോൾ ഫില്ലാക്കിയിട്ടുണ്ട്, ഫുൾ ടാങ്ക് സെറ്റ്. നമുക്കിപ്പോൾ നേരെ അവസാനം നമ്മ എത്തിയ സ്ഥലത്താണ് തിരിച്ചെത്തി വയസ്സ്. കാരണം 11 13 Pro. കാരണം ഡിസ്പ്ലേ ഒരിക്കൽ ചേഞ്ച് ചെയ്തതാ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ആദ്യം പോയി, രണ്ടാമതും പോയി, പുതിയ ഡിസ്പ്ലേ ഇട്ടു. ഇതും ഏറെക്കുറെ പോയി എന്നാണ് തോന്നുന്നത്. ബ്ലിങ്ക് ആയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതയച്ചിട്ട് നോക്കാം എന്ത് കഥ. 13 Pro ഡിസ്പ്ലേ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് നോക്കാം. ഇത് മുമ്പേ അയച്ചുകൊണ്ടില്ലേ ചളി എന്തോ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാം. എന്തായിട്ട് ഫുള്ളുണ്ട്. ക്യാമറ എന്തെങ്കിലും വെച്ച് പൊത്തിയിട്ട് 530 ക്ലീൻ ചെയ്യാം. ഓക്കെ, ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡെല്ലായിട്ട് ഫോൺ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ മാത്രമല്ല ആൾറെഡി ക്ലീൻ ആക്കാം. പിന്നെ ബ്രഷും ഉണ്ട്. കണക്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. X13 Proൻ്റെ ഡിസ്പ്ലേ ആണിത്. ഇതെന്ത് സംഭവം വേണ്ട. ഇവിടെ നമ്മൾ മറ്റേ IC വെക്കലേ. ഏത് IC എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിനൽ ഡിസ്പ്ലേ ഇല്ലേ, ആ ICയിൽ വെച്ചാൽ ഫോണിന് അൺനോൺ പാർട്ട് കാണില്ല. നമുക്ക് ട്രൂ ടോണും സെറ്റ് ചെയ്യാം. ആയിരിക്കും കണ്ടാൽ തിരിച്ചറിയില്ല ഇത് കോപ്പി ഡിസ്പ്ലേ ആണോ ഒറിജിനൽ ആണോ എന്ന്. ഫിറ്റാക്കാം. കവൺ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. മറ്റേ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈശ്വര ഉണ്ടാവല്ലേ, എല്ലാവരും പ്രാർത്ഥിക്കൂ. ഈശ്വര ഇല്ലാണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു. ഞാൻ വെച്ച് പോഞ്ഞത്ത് റീൽസ് നോക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. ഇതിൽ സിമ്മുണ്ടല്ലോ നെറ്റോണൊക്കെ. 10 வருஷத்துக்கு மேல கண்டினியூஸா ஜிம்முக்கு போறவங்க கூட 10 புல்லப்ஸ்க்கு மேல அடிக்கணும்னா கொஞ்சம் திணறி தாங்க அடிக்கிறோம். iPhone 15 Pro Max versus iPhone 16 Pro Max. കിട്ടിയതൊന്നും പോരെ കൃഷ്ണ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അതേപോലെ ഞാനും നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. 30 Pro എന്നെ ഡിസ്പ്ലേ പോരാ, എൻ്റെ കഴുത്തിന് ഒരുക്കൂ. എൻ്റെ ഏറ്റവും കഷ്ടപ്പാട് ഈ സ്ക്രൂവെല്ലാം ഇടാനാണ്. ഇതാണ് സ്ക്രൂ മാറിപ്പോയാൽ ചിലപ്പോൾ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം സ്ക്രൂ മാറിക്കൂടാ. പിന്നെന്ത് ഇടാനും പണിയാണ് ഇടട്ടെ. ഇനി പ്രസ്സാക്കാം. അത് ഭയങ്കര ഇഷ്ടമാണ്. കിടക്കുന്ന വെച്ച്, പക്ഷെ അത് കീപ്പിച്ചോണ്ടെങ്കിൽ ഒറ്റ കയ്യിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റേ കുറച്ച് യൂസ് ചെയ്ത് നോക്കട്ടെ. ഫിറ്റാക്കിയിട്ടുണ്ട്. ഇതുവരെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. ലെൻസ് പ്രൊട്ടക്ടറിൽ ഇട്ടിട്ടാകുമ്പോൾ ഒരു 14 Proൻ്റെ സൈസ് ആയില്ലേ.
അൽഫാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തിന്നാം. പക്ഷെ പൊറോട്ടയും ചപ്പാത്തിയും വന്നിട്ടാണ് വീട്ടിലെ ടേസ്റ്റാണ് മോനെ ഒരു അൽഫാം നോക്കിയത്. ഞാൻ ഡയറ്റാണ്ട് ചപ്പാത്തി കഴിച്ചാലേ പൊറോട്ടയാണ് കിട്ടിയതാണ് ഇത് മയോണൈസ് നോക്കിയിട്ട് നോക്കിയാൽ അൽഫാം ടേസ്റ്റ് അങ്ങനെ പറഞ്ഞേ ചിക്കൻ അറിയില്ല. ഇപ്പം എത്ര ടൈം